ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രഷർ കുക്കറിൻ്റെ ഉപയോഗത്തെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. പ്രഷർ കുക്കറിൻ്റെ ഉപയോഗമൊക്കെ നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. നമ്മളെല്ലാവരും വിവിധ ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യാനായിട്ട് പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നവരാണ് അല്ലേ? ചോറും കറികളും ഒക്കെ അതിനകത്ത് നമ്മൾ വയ്ക്കാറുണ്ട്. എന്നാൽ അടുക്കളയിലെ നവാഗതർക്ക്, അതായത് പുതിയതായി അടുക്കള ഭരണം ഏറ്റെടുത്ത ചെറിയ വീട്ടമ്മമാരുണ്ടല്ലോ, അവർക്കൊക്കെ ഈ പ്രഷർ കുക്കറിൻ്റെ ശരിയായ ഉപയോഗം അറിഞ്ഞില്ലെങ്കിൽ അപകട സാധ്യത കൂടുതലുള്ളതാണല്ലോ. അപ്പോഴെനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒപ്പം എനിക്ക് ലഭിച്ച ഒരു പുതിയ പ്രഷർ കുക്കറും കൂടി ഒന്ന് കണ്ടുകളയാം. ഇത് 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ്. ഇതിൻ്റെ കൂടെ ഒരു കടായിയും കൂടി ഉണ്ട്. ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ്. ദീപാവലിക്ക് ഡ്രസ്സ് വാങ്ങാൻ ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞപ്പം എത്രയോ ഒരു എമൗണ്ടിൻ്റെ ഡ്രസ്സ് ഞാൻ കൂടി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് എത്രയോ എന്ന് പറഞ്ഞത്. എത്രയോ ഒരു വലിയ എമൗണ്ടിൻ്റെ ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഐവിഒ സ്മാർട്ട് കുക്ക് വെയർ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. കുക്കർ പ്ലസ് കടായി കോംബോ വിത്ത് ഗ്ലാസ് ലിഡ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് അൺബോക്സിങ് ചെയ്ത് കണ്ടു നോക്കാം, നിങ്ങളെ കാണിക്കാം. ഞാനും ഇത് വിശദമായിട്ടൊന്നും കണ്ടില്ല കേട്ടോ. ഇത് കൊണ്ടുവന്നു കാണിച്ചു. അപ്പോൾ എനിക്ക് വേറെ നിലവിൽ കുക്കർ ഉള്ളതുകൊണ്ട്, ഉപയോഗിക്കുന്ന കുക്കർ ഉള്ളതുകൊണ്ട് ഇത് പുതിയ വീട് പണിത് കഴിയുമ്പം അവിടെ കൊണ്ടുപോയി നന്നായിട്ട് കുറേ പാത്രങ്ങൾ അങ്ങനെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വീട് പണിതുകൊണ്ടിരിക്കുകയായി. ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം നല്ല പുതിയ വീടും നല്ല കിച്ചണൊക്കെ ആയിക്കഴിയുമ്പോൾ, മോഡുലാർ കിച്ചണൊക്കെ ആയിക്കഴിയുമ്പം പുതിയ പുതിയ പാത്രങ്ങളൊക്കെ അവിടെ വൃത്തിയായിട്ട് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് എടുക്കാതിരുന്നത്. അപ്പോൾ ഇതൊന്ന് എടുത്ത് നോക്കട്ടെ. ഏതായാലും കുക്കറുമായിട്ട് ഇരിപ്പുണ്ട്. അപ്പം നിങ്ങളെ കൂടി ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതൊരു കടായിയാണ്. ഇത് ഗ്ലാസിൻ്റെ ലിഡാണ്. കണ്ടോ, ഇതവിടെ മാറിയിരിക്കട്ടെ. ഞാനിപ്പോൾ കുക്കറാണല്ലോ കാണിക്കുക. ഇതാണ് ISI മുദ്രയുള്ള പ്രഷർ കുക്കറാണ്. ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇതിൻ്റെ വെയിറ്റ് എവിടെ തപ്പി പിടിക്കട്ടെ. കൂടിനകത്ത് എവിടെയോ ഉണ്ട്. ഇതല്ലേ വെയിറ്റൊക്കെ ഭദ്രമായിട്ട് വേറൊരു ചെറിയ ബോക്സിലൊക്കെ പാക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, നല്ല സേഫായിട്ട്. പിന്നെയും ഒരു പ്ലാസ്റ്റിക് കൂടിലൊക്കെ ഇട്ട് പൊതിഞ്ഞ് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇനി കൂടൊക്കെ ഒന്ന് മാറിയിരിക്കട്ടെ. ഇതാണ് എനിക്ക് കിട്ടിയ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പുതിയ പ്രഷർ കുക്കർ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. IVO. നല്ല കനമുണ്ട്. ഇതിനകത്ത് നിറയെ സാധനം കൂടി വെച്ചിട്ടാകുമ്പോഴത്തേനും എടുത്തു പൊക്കണമെങ്കിൽ ഇച്ചിരി പണിയാണ്. ഏതായാലും പുതിയ സാധനം കിട്ടിയതല്ലേ, പണിയാണെങ്കിൽ അതൊക്കെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് ഉപയോഗിക്കാം. അപ്പം ഞാൻ പറയാൻ വന്നത് ഈ പ്രഷർ കുക്കറിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാം അറിയാം അല്ലേ? പ്രഷർ കുക്കറിന് പല ഭാഗങ്ങളുണ്ട്. അതിൻ്റെ അടപ്പിൽ ഇത് വെയിറ്റ് ഉണ്ട്, വാഷർ അല്ലെങ്കിൽ ബെൽറ്റ് ഉണ്ട്. അപ്പം നമ്മളിതെല്ലാം വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അപകട സാധ്യത കൂടുതലുണ്ട്. നമ്മളിപ്പോഴും കുക്കർ വാങ്ങുമ്പോഴും സെലക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാനുണ്ട്. അതിൻ്റെ ഷേപ്പും അതിൻ്റെ ഗുണമേന്മയും ഒക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇത് വാങ്ങാനായിട്ട്. നമ്മൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചെറിയ വിലയുടെ കുക്കർ വാങ്ങാൻ പോകുമ്പോൾ അതത്ര ക്വാളിറ്റി ഉള്ളതായിരിക്കില്ല. ചില കുക്കറിൻ്റെ അടിയിൽ, ഇത് കണ്ടോ, എൻ്റെ പഴയ കുക്കറിൻ്റെ അടിയിലൊരു പ്ലേറ്റ് പോലെ ഒരെണ്ണമുണ്ട്. അതിന് ഹോൾസ് ഉണ്ട്. ഇത് ഇൻഡക്ഷൻ കുക്കറിലും വയ്ക്കാം, നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലും വയ്ക്കാം. എന്നാൽ ഈ ഹോൾസ് ഇല്ലാത്ത, ഈ പ്ലേറ്റ് ഇല്ലാത്ത കുക്കർ ഗ്യാസ് സ്റ്റൗവിൽ മാത്രമേ വെക്കാവുള്ളൂ. അങ്ങനത്തെ കുക്കർ കൊണ്ടുപോയിട്ട് ഇൻഡക്ഷൻ കുക്കറിൽ വയ്ക്കരുത്. അത് വലിയ അപകടമാണ്. ഇത്
സ്റ്റൗവിൽ മാത്രം വെക്കാവുന്ന കുക്കറാണ്. ഇനി കുക്കർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കുക്കറിനകത്ത് നമ്മൾ സാധനം വയ്ക്കുമ്പോൾ ഹാഫ് വെള്ളമേ വെക്കാവുള്ളൂ. കൂടിപ്പോയാൽ 3/4 ഭാഗം വെള്ളം വയ്ക്കാം. നിറയെ വെള്ളം ഒരിക്കലും വയ്ക്കാൻ പാടില്ല. അപ്പോൾ സാധനം തിളച്ചിട്ട് ഇങ്ങനെ കഴുകി വരും. ഇങ്ങനെ പതഞ്ഞ് പുറത്തോടെ ഒഴുകി ഇതിൻ്റെ അടപ്പും വൃത്തികേടാവും. അതുപോലെ തന്നെ സ്റ്റൗവും എല്ലാം വൃത്തികേടാവും. അപ്പം ഹാഫ് പോർഷൻ മാത്രമേ വെള്ളം വെക്കാവുള്ളൂ. കൂടിപ്പോയാൽ 3/4 ഭാഗം വെള്ളം വയ്ക്കാം. അതാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഓരോ ഭക്ഷണ സാധനത്തിനും എത്ര വിസിലാണെന്നുള്ളത് അതിൻ്റെ വേവ് അനുസരിച്ചിരിക്കും അല്ലേ. അപ്പോൾ ആ വിസില് ഞാൻ സാധാരണയായിട്ട് ഏത് സാധനം വെച്ചാലും ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ലോ ഫ്ലെയിമിലിടും, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിടും. ഹൈ ഫ്ലെയിമിൽ നമ്മൾ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി കുറേ വിസിൽ അടുപ്പിച്ചടുപ്പിച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ തെറിച്ച് കുക്കറിൻ്റെ അടപ്പും വൃത്തികേടാവും, സ്റ്റൗവും വൃത്തികേടാവും. ഹൈ പ്രഷർ വരുമ്പോഴത്തേനും എപ്പോഴും ഹൈ പ്രഷർ വരുമ്പോൾ സേഫ്റ്റി വാൽവ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി സേഫ്റ്റി വാൽവ് പൊട്ടിത്തെറിച്ചാലും നമുക്ക് വേറെ വാങ്ങാൻ കിട്ടും, എന്നാലും അതൊരു അപകട സാധ്യത കൂടുതലാണല്ലോ. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോ യൂസും കഴിഞ്ഞ് കുക്കർ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഊരി തന്നെ സെപ്പറേറ്റ് ആയിട്ട് കഴുകാൻ ശ്രദ്ധിക്കണം. ഈ വാഷർ അഴിച്ചെടുത്ത് കഴുകുക. അത് കഴുകുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയോ തിരിക്കുകയോ ഒന്നും ചെയ്യാതെ ശ്രദ്ധിക്കണം. ഇതിനോടൊക്കെ ഒരു മയമുള്ള സമീപനം ആവശ്യമാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്വാഭാവികമായ ആ ഷേപ്പ് വ്യത്യാസപ്പെടും. പിന്നെ അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുമ്പോൾ അത് കറക്റ്റ് ഫിറ്റായിരിക്കുകയില്ല. പിന്നെ ഇത് ഇറക്കി വയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു വൺ സൈഡിൽ ഒരു എഴുത്തുണ്ട്. അത് നോക്കിയിട്ട് ആ എഴുത്ത് നമുക്ക് കാണാൻ പാകത്തിന് മുകളിലിരിക്കണം. എന്നിട്ട് ഇത് ഇറക്കി വയ്ക്കാവൂ. ഇത് ഇറക്കി വയ്ക്കുമ്പോൾ ഈ എല്ലാ വെട്ടിനും ഇത് ഇറങ്ങിയിരുന്നോ, ഇത് ടൈറ്റായോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ലവണ്ണം ടൈറ്റ് ആവണം. എന്നിട്ടൊന്ന് കറക്കണം. ഒന്ന് കറക്കി കഴിഞ്ഞാൽ ആ പ്രഷർ മുഴുവൻ ഇതിനകത്ത് നിൽക്കുകയുള്ളൂ, ആവി മുഴുവൻ ഇതിനകത്ത് നിൽക്കുകയുള്ളൂ. പിന്നെ ഈ വാഷറിൻ്റെ അകവും കഴുകുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ കമ്പിച്ചുരുളും കൊണ്ട് ഒരിക്കലും ഉരച്ച് കഴുകാൻ പാടില്ല. സ്ക്രാച്ചസ് വീഴും അല്ലേ, എളുപ്പത്തിൽ ദ്വാരം വീഴും, അതൊക്കെ നമുക്കറിയാം. പിന്നെ ഇതിൻ്റെ ഉൾഭാഗവും കൂടി കഴുകണം. അപ്പോൾ ഒരു സ്പോഞ്ച് കൊണ്ടാണ് ഇത് കഴുകാൻ നല്ലത്. സാധാരണ സോപ്പ് ഉപയോഗിച്ച് ഡിഷ് വാഷൊക്കെ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ഇതിന് ദോഷം ചെയ്യും. അതുകൊണ്ട് ഇത് സാധാരണ സോപ്പ് ഉപയോഗിച്ച് സോപ്പ് വെള്ളത്തിൽ സ്പോഞ്ച് ഉപയോഗിച്ച് കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ അടപ്പിനകത്തുള്ള സേഫ്റ്റി വാൽവിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. എന്നാൽ ഈ സേഫ്റ്റി വാൽവിൻ്റെ ഹോള്, അതുപോലെ ഈ പ്രഷർ വരുന്ന ഹോള് ഒക്കെ ഒരു നേർത്ത സേഫ്റ്റി പിന്ന് കൊണ്ടോ അല്ലെങ്കിൽ നേർത്ത കമ്പി ഉപയോഗിച്ചൊക്കെ കുത്തി ഇതിപ്പുറം കിടക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ട് കഴുകണം. എന്നിട്ട് പൈപ്പിൻ്റെ ചോട്ടി പിടിച്ച് ഇതിലെ ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് വെള്ളം ഒഴിക്കണം. ആ വെള്ളം താഴെ കൂടി ഈ 2 ഹോൾസിൽ കൂടിയും വരുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. അത് തന്നെയല്ല, ഇവിടെ കുറേ ഹോൾസ് കാണുന്നുണ്ട് ഇതിൻ്റെ ചുറ്റും. അതിലെല്ലാം ഈ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. പ്രത്യേകിച്ച് പരിപ്പ്, ചെറുപയർ, പൊടിയരിക്കഞ്ഞി, നുറുക്ക് ഗോതമ്പിൻ്റെ കഞ്ഞി, അല്ലെങ്കിൽ ഗോതമ്പ് പായസം, പാൽപ്പായസം ഒക്കെ വെച്ച് കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിട്ട് ഇതിലേക്ക് കയറി ഹോൾസ് എല്ലാം അടഞ്ഞു പോയി വലിയ അപകട സാധ്യത ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം വൃത്തിയഴിച്ച് ശ്രദ്ധിക്കണം. ഇനി ഈ വെയിറ്റ് കഴുകുമ്പോഴും ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഈ വെയിറ്റിന് 3 പോർഷൻസ് ഉണ്ട്. ഇതെല്ലാം ഇടയ്ക്കെങ്കിലും ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. നമ്മൾ എളുപ്പത്തിൽ പെട്ടെന്നൊന്ന് അടപ്പ് മൊത്തത്തിൽ കഴുകി അവിടെ വെച്ചാൽ പോരാ. ഇതൊക്കെ ഒന്ന് അഴിച്ച് കഴുകി ഈ ഹോൾസിൽ കൂടെയൊക്കെ വെള്ളം ഒഴിച്ച് വെള്ളം എല്ലാത്തിലൂടെയും പുറത്തേക്ക് വരുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. ഇതെല്ലാം നല്ല വൃത്തിക്ക് തേച്ചു കഴുകി ഭദ്രമായിട്ട് അങ്ങ് മാറ്റി വെച്ച് ഉണക്കിയിട്ട് വേണം പിന്നെ ഉപയോഗിക്കാനായിട്ട്. പിന്നെ ചിലവർ പറയുന്നുണ്ട് ഈ ബെൽറ്റ് ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി എന്ന്. ഞാനങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല. അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഈ ലിഡാണ്, പിടി. ഇത് ഇപ്പം കണ്ടോ, എൻ്റെ ഈ പഴയ കുക്കറിൻ്റെ പിടി ഇത്തിരി ഇളകിയിട്ടുണ്ട്.
അതെങ്ങനെ ഇളകിക്കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വാങ്ങുന്ന സമയത്ത് തിളച്ച് വെന്ത് ഇരിക്കുന്ന ആഹാര സാധനം നമ്മൾ വാങ്ങിയെടുത്ത് വെക്കുമ്പം ഈ ലിഡ് ഇളകിപ്പോയെങ്കിൽ അതെല്ലാം കൂടെ താഴെ കിടക്കും, നമ്മുടെ ദേഹം പൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പിന്നെ പിരിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇളക്കം തട്ടുന്നു എന്ന് തോന്നുമ്പം ഇപ്പം ഞാനിത് കൈകൊണ്ട് തന്നെ പിരിച്ചപ്പം കുറച്ച് ടൈറ്റായി. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇത് എപ്പോഴും നമ്മൾ ടൈറ്റാക്കി കൊടുക്കണം. അപ്പോൾ പിന്നെ ഒന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുക്കറിൽ നമ്മൾ മോരുകറി, പുളിശ്ശേരി, പിന്നെ സാമ്പാറാണെങ്കിലും വാളംപുളി, എരിവ്, ഉപ്പ്, പുളിയൊക്കെ ഉള്ള ആഹാര സാധനങ്ങളല്ലേ നമ്മൾ പാകം ചെയ്യുക. അതുകൊണ്ട് തന്നെ പാകം ചെയ്ത ഭക്ഷണ സാധനം കുക്കറിനകത്ത് അധിക നേരം അങ്ങനെ വെച്ചിരിക്കേണ്ട. വാങ്ങിക്കഴിയുമ്പം തണുത്ത് കഴിയുമ്പോഴേ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് കുക്കർ കഴുകി വൃത്തിയാക്കി വെക്കാവുന്നതാണ്. ചിലരാണെങ്കിൽ ഇതിനകത്ത് വെച്ച കറികളൊക്കെ പിറ്റേ ദിവസം വരെ അങ്ങനെ വെച്ചേക്കാം. അപ്പോൾ പുളിയും ഉപ്പും ഒക്കെ പിടിച്ചിട്ട് ഈ പ്രഷർ കുക്കർ പെട്ടെന്ന് കേടായി പോകാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. വാങ്ങുമ്പോഴും ശ്രദ്ധിക്കണം, ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും അതിനുള്ളിൽ വെച്ച് പാകം ചെയ്യുന്ന ആഹാര സാധനം തിളച്ച് കഴിയുമ്പോൾ ഒരു വിസിൽ വന്നു കഴിയുമ്പം പിന്നെ മീഡിയം ഫ്ലെയിമിലിടുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിടുക. അതൊക്കെ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ കുക്കർ കുറേ ലാസ്റ്റ് ചെയ്യും, പെട്ടെന്ന് കേടാകില്ല, അപകടവും കുറയും. അതാണ് ഈ കുക്കറിൻ്റെ ഒരു പ്രത്യേകത കുക്കർ ഉപയോഗിക്കുമ്പോൾ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എപ്പോഴും നമ്മൾ ഇതിനകത്ത് ആഹാരം പാകം ചെയ്യുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു, ഇപ്പോൾ ചോറാണെങ്കിൽ അരി ഇട്ടു, അല്ലെ പരിപ്പാണേ അതിട്ടു, കടലയാണേ അതിട്ടു, എന്തോ ആവട്ടെ, ഇട്ട് കഴിഞ്ഞ് നമ്മൾ കുക്കർ അടച്ച് ഇതിങ്ങനെ ഇവിടെ ഒരു ആരോയുണ്ട്, ഇവിടെ ഒരു ആരോയുണ്ട്, അത് നോക്കിയിട്ട് വേണം. ഇതുണ്ടോ ഒരു ആരോ മാർക്കുണ്ട് ഇവിടെ, അത് നോക്കിയിട്ട് വേണം നമ്മൾ അടപ്പ് അതിനനുസരിച്ച് വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ വീട്ടിനകത്ത് വീഴിയാൽ. എന്നിട്ട് ഈ ലിഡ് രണ്ടും കൂടെ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അടയ്ക്കുക. അടച്ചു കഴിഞ്ഞിട്ട് വെയിറ്റ് അന്നേരം ഇടാൻ പാടില്ല. ആദ്യം തന്നെ നമ്മൾ ആദ്യമൊക്കെ കുക്കർ യൂസ് ചെയ്യുമ്പോൾ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, ഞാൻ വെയിറ്റ് ആദ്യം ഇട്ടങ്ങ് വയ്ക്കും. പക്ഷേ അത് അപകടമാണ്. കുക്കർ ഒന്ന് ചൂടായി കഴിഞ്ഞ്, കുക്കറിൻ്റെ അടപ്പൊക്കെ നന്നായി ചൂടായി കഴിഞ്ഞ് ഉള്ളിലുള്ള വെള്ളം ഇങ്ങോട്ട് വന്ന് ആവിയായിട്ട് വരാൻ പ്രഷർ വന്ന് ഇവിടെ കുമിളകൾ രൂപപ്പെടും. ആ കുമിളകൾ രൂപപ്പെട്ട് കഴിയുമ്പോഴേ ഈ വെയിറ്റ് ഇവിടെ ഇട്ട് കൊടുക്കും. പിന്നെ ഈ കുക്കർ തുറക്കുന്നതും ശ്രദ്ധിക്കാനുണ്ട്. ആഹാരം വെന്ത് കഴിയുമ്പോൾ നമ്മൾ തിരക്ക് കാരണം, പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്നവർ അല്ലെ ഹസ്ബൻഡോ മക്കളൊക്കെ ജോലിക്കൊക്കെ പോകുന്ന തിരക്കിട്ടായോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതിൻ്റെ പ്രഷർ കളയാൻ വേണ്ടിയിട്ട് ടപ്പേന്ന് ഇതിൻ്റെ ഈ വെയിറ്റ് വലിച്ചെടുക്കാൻ പാടില്ല. അപ്പം ഇവിടെ നിന്നിങ്ങനെ ചെതറി തെറിച്ച് ആകെപ്പാടെ നമുക്കും പൊള്ളും, ഇത് മുകളിലെല്ലാം പോയി ചുറ്റു പരിസരമെല്ലാം തെറിച്ച് വീണ് വൃത്തികേടാവും. പ്രഷറൊക്കെ ഒറ്റയടിക്ക് ചൂന്ന് പറഞ്ഞങ്ങ് വരുമല്ലോ. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? നമുക്കങ്ങനെ തുറക്കാൻ എപ്പോഴും സ്വാഭാവികമായിട്ട് തണുത്ത് വന്നതിന് ശേഷം തുറക്കുന്നതാണ് സുരക്ഷിതം. എന്നാൽ പെട്ടെന്ന് തുറക്കേണ്ട സിറ്റുവേഷൻസിൽ നമുക്കിത് മെല്ലെ സ്പൂണും കൊണ്ട് ഉയർത്തി കൊടുത്തിട്ട് ആവി ഇതിലെ ഇങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം, പൂർണ്ണമായി ആവി പോയി കഴിഞ്ഞെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം തുറക്കാൻ സാധിക്കും. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് പൈപ്പിൻ്റെ ചോട്ടിക്കൊണ്ട് വെച്ച് ചെറിയ വെള്ളം, കുറച്ച് അളവിൽ വെള്ളം ഇങ്ങനെ ഇതിൽ വീഴ്ചോണ്ടിരുന്നാൽ ഇത് നല്ലപോലെ തണുത്ത് വരും. ഇപ്പം നന്നായി തണുത്തു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് വലിയ അപകട സാധ്യത ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുക്കറിനെ എൻ്റെ ഈ പുതിയ കുക്കർ കാണിച്ചതും കുക്കർ ഉപയോഗിക്കേണ്ട രീതിയും അതിൻ്റെ അപകട സാധ്യതയും ഒക്കെ എനിക്കറിയാവുന്നത് ഷെയർ ചെയ്തതുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.